ദുഃഖകരമായ ഒരു വാർത്തയിലേക്ക് തന്നെ നമ്മൾ പോകുന്നു. മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായി TH മുസ്തഫ അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ആദിത്യൻ ഓമനക്കുട്ടൻ ചേരുന്നുണ്ട്. ആദി, എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? ദീർഘനാളായി അദ്ദേഹം അസുഖബാധിതനായി ചികിത്സയിലോ മറ്റോ ആയിരുന്നോ? സേതുലക്ഷ്മി, ഇന്ന് പുലർച്ചെ 5:40 കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിലാണ് ഇന്ന് പുലർച്ചെ 5:40 TH മുസ്തഫ അന്തരിച്ചത്. വാർദ്ധക്യ സഹജമായ അസുഖം മൂലം ദീർഘനാളെ അദ്ദേഹം ചികിത്സയിലായിരുന്നു. അതിനിടെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം. മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്നു TH മുസ്തഫ. 84 വയസ്സിലെ ആണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കുന്നത്തനാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് 4 തവണ നിയമസഭയിലേക്ക് എത്തിയ ഒരു നേതാവാണ് TH മുസ്തഫ. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ എറണാകുളം ജില്ലയിലെ ചരിത്രപരമായ തീരുമാനങ്ങൾ എടുത്ത പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറി, KPCC ജനറൽ സെക്രട്ടറി, KPCC വൈസ് പ്രസിഡന്റ്, കേരള ഖാദി വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ എന്നിങ്ങനെ നിരവധി ചുമതല വഹിച്ചിട്ടുള്ള ഒരു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ കോൺഗ്രസ് നിയമസഭാ കക്ഷി ഉപനേതാവ് എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി 8 മണിക്ക് മാറമ്പള്ളി ജമാഅത്ത് ഖബറിസ്ഥാനിലാണ് അദ്ദേഹത്തിന്റെ ഖബറടക്കം ഉണ്ടാവുക. K കരുണാകരൻ മന്ത്രിസഭയിൽ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രിയായാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. ദീർഘകാലം കുന്നത്തനാടിനെ നിയമസഭയിൽ പ്രതിനിധീകരിച്ച കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളിൽ ഒരാളായ, കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നുകൊണ്ട് എറണാകുളം ജില്ലയിൽ ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഒരു മുതിർന്ന നേതാവാണ് നമ്മെ വിട്ടുപോയത്. സേതുലക്ഷ്മി. ശരി ആദി, മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായി TH മുസ്തഫ അന്തരിച്ചു. കുന്നത്തനാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും 4 തവണ നിയമസഭയിലേക്ക് എത്തിയ TH മുസ്തഫ എറണാകുളം DCC ജനറൽ സെക്രട്ടറി, DCC പ്രസിഡന്റ്, KPCC വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. K കരുണാകരൻ മന്ത്രിസഭയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം. ഒപ്പം തന്നെ 14 വർഷമാണ് DCC പ്രസിഡന്റായി അദ്ദേഹം തുടർന്നത്. എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ വിയോഗം ഒരു നഷ്ടം തന്നെയാണ്. ആദിത്യൻ തുടരുന്നുണ്ട്. ആദി, ഈ നേതാക്കളൊക്കെ ഇപ്പോൾ മൃതദേഹം എവിടെയാണ്? ആശുപത്രിയിലാണോ അതോ വീട്ടിലേക്ക് എത്തിയോ? നേതാക്കളൊക്കെ എത്തിത്തുടങ്ങിയോ? എന്താണ് നിലവിലെ സാഹചര്യം? നിലവിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെയാണ്. ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിലാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇപ്പോൾ ഉള്ളത്. അവിടെ നിന്നും അല്പ നേരത്തിന് ശേഷം വീട്ടിലേക്ക് പോകും. വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചതിനു ശേഷമായിരിക്കും ഇന്ന് വൈകുന്നേരം 8 മണിയോടെ ആയിരിക്കും അദ്ദേഹത്തിന്റെ ഖബറടക്കം. മാറമ്പള്ളി പള്ളിയിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ ഖബറടക്കത്തിന് തീരുമാനമായിട്ടുള്ളത്. മാറമ്പള്ളി ജമാഅത്ത് ഖബറിസ്ഥാനിലാണ് അദ്ദേഹത്തിന്റെ ഖബറടക്കം നടക്കുക. നമുക്കറിയാം, ഈ അടുത്തിടെ പോലും അദ്ദേഹത്തിന് ഈ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളിൽ രൂക്ഷമായ സ്ഥിതിയിലേക്ക് പോകുന്നത് വരെ പല തീരുമാനങ്ങളിലും, കോൺഗ്രസിന്റെ തീരുമാനങ്ങളിലെയും ഒരു മുഖ്യ ശബ്ദമായിരുന്നു അദ്ദേഹം. നിരവധി വിഷയങ്ങളിൽ അദ്ദേഹം പ്രതികരണവുമായിട്ടൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. KV തോമസ് വിഷയമൊക്കെ എടുത്തു കഴിഞ്ഞാൽ KV തോമസിനെതിരെ രൂക്ഷ വിമർശനവുമായി അദ്ദേഹം രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും കോൺഗ്രസിൽ നിന്ന് വഴി മാറരുത് എന്ന തരത്തിലൊക്കെ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയ ആളാണ് TH മുസ്തഫ. കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും കോൺഗ്രസിനെ ചേർത്ത് പിടിക്കുകയും കോൺഗ്രസ് ഛിന്നഭിന്നമാവാതിരിക്കാൻ എറണാകുളം ജില്ലയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും മുഴുകിയ ഒരു നേതാവാണ് അദ്ദേഹമാണ് 14 വർഷത്തോളം കോൺഗ്രസിന്റെ അധ്യക്ഷനായി മുന്നിലിരുന്നുകൊണ്ട് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായി എറണാകുളത്തെ മാറ്റിയതിൽ വളരെ നിർണായകമായ ഒരു പങ്ക് വഹിച്ച നേതാവാണ്. 4 തവണ കുന്നത്തനാടിനെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തി നിയമസഭാ കക്ഷി ഉപനേതാവായും അതിനുശേഷം ഖാദി ബോർഡിന്റെ പ്രസിഡന്റായും ഒക്കെ പ്രവർത്തനം കാഴ്ചവെച്ച ഒരു നേതാവാണ്. അദ്ദേഹത്തിന്റെ ഇന്ന് പുലർച്ചെ 5:40 വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. ഇന്ന് വൈകുന്നേരത്തിന് ശേഷം 8 മണിക്ക് മാറമ്പള്ളി ജമാഅത്ത് മസ്ജിദിലായിരിക്കും അദ്ദേഹത്തിന്റെ ഖബറടക്കം നടക്കുക. നിലവിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എറണാകുളത്തെ ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് അല്പനേരത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഇതുപോലെ ഈ ആശുപത്രിയിലേക്ക് നേതാക്കളൊക്കെ ആരെങ്കിലും ഒക്കെ എത്തിത്തുടങ്ങിയോ? ഈ പ്രതികരണങ്ങളൊക്കെ എന്തെങ്കിലും ലഭ്യമായി തുടങ്ങിയിട്ടുണ്ടോ? ആശുപത്രിയിലേക്ക് വിവരങ്ങൾ അറിഞ്ഞ് നേതാക്കളൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. പുലർച്ചെ ആണ് മരണം സംഭവിച്ചത്. ഇപ്പോൾ വാർത്ത എന്തായാലും പുറത്തു വന്ന സ്ഥിതിക്ക് നേതാക്കളൊക്കെ അവിടേക്ക് എത്തി തുടങ്ങിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എറണാകുളം ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളെല്ലാം ആശുപത്രിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അല്പനേരത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയാൻ സാധിച്ചത്. സേതുലക്ഷ്മി. ശരി ആദി.
മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ TH മുസ്തഫ അന്തരിച്ചിരിക്കുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം ഉണ്ടായത്. 14 വർഷം DCC പ്രസിഡന്റായി അടക്കം സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് TH മുസ്തഫ. ആദ്യത്തെ ഓമനക്കുട്ടൻ തുടരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അദ്ദേഹം കഴിഞ്ഞ കുറച്ചു നാളുകളായി വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റെന്തെങ്കിലും രോഗങ്ങളാണോ ഇപ്പോൾ പെട്ടെന്നുള്ളൊരു മരണത്തിന് കാരണം, അതോ കുറച്ചു ദിവസമായിട്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ആശങ്കയുണ്ടായിരുന്നോ? സേതുലക്ഷ്മി, അദ്ദേഹത്തിന് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹം നാളുകളായി ചികിത്സയിലായിരുന്നു. മറ്റെന്തെങ്കിലും രോഗങ്ങളോ ഒന്നും അദ്ദേഹത്തിന് സ്ഥിരീകരിച്ചിരുന്നില്ല. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ്. 84 വയസ്സായിരുന്നു. അതിന്റെ സ്വാഭാവികമായ വാർദ്ധക്യവും അതിനെ തുടർന്നുള്ള അവശതകളുമായിരുന്നു അദ്ദേഹത്തെ അലട്ടിയിരുന്നത്. എന്നാലും കാഴ്ചക്കുറവ്, അത്തരത്തിലുള്ള സ്വാഭാവികമായ ആരോഗ്യ പ്രശ്നങ്ങൾ വാർദ്ധക്യത്തെ തുടർന്ന് അദ്ദേഹത്തെ അലട്ടിയിരുന്നു. പക്ഷേ എങ്കിലും അദ്ദേഹത്തിനെ രാഷ്ട്രീയ മേഖലകളിലൊക്കെ കനത്ത ശബ്ദമായി അദ്ദേഹം എറണാകുളത്ത് സാന്നിധ്യം അറിയിച്ചിരുന്നു. നമുക്കറിയാം, ഈ ഉമാ തോമസ് MLA ഒക്കെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം അദ്ദേഹത്തെ നേരിൽ പോയി കാണുകയും കോൺഗ്രസിന്റെ നിർണായകമായ മുതല വഹിക്കുന്ന നേതാക്കളൊക്കെ അദ്ദേഹത്തെ വീട്ടിൽ പോയി അദ്ദേഹത്തോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. വാർദ്ധക്യത്തിൽ പോലും പാർട്ടി പ്രവർത്തനങ്ങളിലൊക്കെ ഒരു ശബ്ദമായി നിലകൊണ്ട നേതാവാണ്. അദ്ദേഹത്തിന് 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ സാധാരണ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു. അങ്ങനെ ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അദ്ദേഹം. ഇന്ന് പുലർച്ചെ 5:40 അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്.